ഹലോ ഗൈസ്, എനിക്കിന്ന് തീരെ വയ്യ. പക്ഷേങ്കിൽ നമ്മൾ നാളെ റൂം മാറുകയാണ്. സോ എല്ലാം പാക്ക് ചെയ്യണം. ഞാൻ പാക്കിങ് എത്ര വരെ എത്തിയെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യേണ്ട കുറേ. ആ 2 ബാഗും ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെന്താ, ബെഡ്, ബക്കറ്റ്, ചെരുപ്പുകൾ, അതൊക്കെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ എപ്പോഴോ മേടിച്ചൊരു യോഗ മാറ്റുണ്ട്. യോഗ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ ചെയ്യാൻ പറ്റിയില്ല മീൻസ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ വയനാട്ടിലെ തണുപ്പായതുകൊണ്ട് കുറച്ച് കാലം പെൻഡിങ് ആയിരുന്നു. സോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം നെക്സ്റ്റ്, പുതിയൊരു തുടക്കത്തിൽ. എനിക്കാണെങ്കിൽ തീരെ വയ്യ, ജലദോഷം പിടിച്ച് ഫുൾ ഒരുമാതിരി എന്താ പറയുക, കുറേ ദിവസമായി തുമ്മി നിൽക്കുന്നത്. അതുകൊണ്ട് ഹെൽത്ത് നോക്കണം. നാളെ ഹോസ്പിറ്റൽ പോകണം. പിന്നെ ഇതൊക്കെ കെട്ടിക്കൊണ്ടുപോകണം. എന്നെ കണ്ടു എന്നെ എന്തോ പോലെ ഉണ്ട്. എന്നെ കാണുമ്പോൾ ഒരു എന്തോ പോലെ തോന്നും. എല്ലാം ശരിയാവും. ഓൾ ഈസ് വെൽ. അങ്ങനെ നമ്മൾ നബീല ഫുഡ് കൊണ്ടുവന്നു, എനിക്ക് വാരി തന്നു. ആൻഡ് ഫൈനലി വി ഹാവ് ഓൾ ദിസ് പാക്ഡ് ഹിയർ. ഇനി ബെഡുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറൊക്കെ പാക്ക് ചെയ്തു. ഫൈനലി ബെഡ് മൊത്തം കാലിയായി. സാധനങ്ങളൊക്കെ എടുത്തു. എല്ലാം കൊനൽ ഉമ്മർത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ചേച്ചി ഒരു ഹൈ പറഞ്ഞോ. വലിയ പെട്ടുണ്ട്. ഫൈനലി വി റീച്ച് ഹിയർ. ഇവിടെ കൊണ്ടുപോയി വെച്ചല്ലോ. ഇനിയിപ്പോൾ എല്ലാം എന്താക്കണം, അടുക്കി ഒതുക്കി വെക്കണം. ഇതൊക്കെ ആയപ്പോൾ തന്നെ ഫുൾ വിശന്ന് ഉപ്പാടൊരുങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഒരു ഉറക്കം ഒടുങ്ങിയപ്പം നേരെ ചായ വന്നു. ചായയും കടിയും കഴിച്ചു. ഇവിടെ ഒക്കെ സാധനം ഇല്ലായിരുന്നു. ഐ ഷോ യു സംതിങ്. ഇത് നബീലൻ്റെ കലാവിരുത്. ഇന്നത്തേക്ക് ഇതേലും ഉറങ്ങാം. ക്ഷീണാകുന്നുണ്ട്. ഉച്ചക്ക് ഉറങ്ങിക്ക്. പക്ഷെ എങ്കിലും ഒരു സുഖമില്ലാത്തതുകൊണ്ടുള്ള ഒരു ഉറക്കക്ഷീണം ഉണ്ടല്ലോ. ആൻഡ് വി ഹാവ് ആ ബെഡ് റെഡി ഹിയർ. ഇത് യോഗ മാറ്റുണ്ട്. നമുക്ക് നാളെ രാവിലെ യോഗ ചെയ്യുന്ന കാണിച്ചു തരാം. യോഗ ചെയ്യണം നാളെ.